ഇന്നത്തെ കറി സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റ്. നല്ല രസമായി. ഈ കറി ഉണ്ടാക്കാൻ ഈ പഞ്ചായത്തിലാണ്, ഈ ജില്ലയിൽ എൻ്റെ അമ്മ പോയിട്ടേ ഉള്ളു, വേറെ ആരും. ഓ നല്ലത് പറഞ്ഞാലും ഗൗരവം എന്ന് പറഞ്ഞാൽ നീ ചിരിച്ചൂടെ? അതെ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എന്നെ പറ്റി ആൾക്കാർ പല ഇല്ലാ വചനങ്ങളൊക്കെ പറയും. അതൊക്കെ കേട്ട് നീ മുഖം ഇങ്ങനെ കടന്നലൂത്തിയിൽ വെച്ചോണ്ടിരുന്ന ആഴ്ചക്കാലം മുഴുവനും മുഖം ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം. ദയവ് ഇതിനോട് സംസാരിക്കാതിരിക്കാൻ പോകും. വാ തുറന്നാ നിങ്ങൾ നുണയെ പറയുള്ളൂ. ഇത് തന്നെ നിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം, നിനക്ക് എന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ്. ഭൂലോകത്തുള്ള എല്ലാവരെയും വിശ്വാസമുണ്ട്, എന്നെ മാത്രം വിശ്വാസം. നിങ്ങൾക്ക് പിന്നെ പിന്നെ എങ്ങനെ ഇങ്ങനെ നുണ പറയാൻ പറ്റുന്നു ക്ലീറ്റോ? ഞാൻ സത്യങ്ങൾ പറയുമ്പോൾ അതും നുണ. ബാക്കിയുള്ളവർ എന്നെ പറ്റി ക്ലീറ്റോനും അറിയാമോ, എനിക്കും അറിയാം നിങ്ങൾ പറയണ നുണയാണെന്ന്. പിന്നെന്താ ഇത്? എന്താണ് അപ്പൊ എന്തേലും പൊട്ടത്തരം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ അതും ഓർമ്മിച്ചുണ്ടെങ്കിൽ ഇരുന്നോണം. ഇരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണ് മനസ്സിൽ വെച്ചിട്ട് ആഹാരം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറയാൻ എനിക്കത് അങ്ങോട്ട് ഇറങ്ങൂല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, കഴിക്കും. നീ കഴിക്കും. അതെ, ഈ പട്ടാളത്തിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഒരു അപവാദം വന്നില്ലേ, അതിലുള്ള അവന്മാരാ. അവന്മാര് ഞാനിവിടെ ഇല്ലാന്നൊന്ന് പറഞ്ഞേരെ. വേറെ ഒന്നുമല്ല, സംഭവം കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഒന്നാമത് രാത്രി സമയം അവന്മാർ ഇനി വന്ന് എന്തെങ്കിലും അതിന്റെ പേരിൽ ഒന്ന് രണ്ടും പറഞ്ഞ് സംസാരിച്ച് വെറുതെ ആൾക്കാരൊക്കെ കേട്ടാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഉള്ള തെറ്റിദ്ധാരണ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അവരെ വിട്ടാൽ മതി. ക്ലീറ്റോ ചെന്ന് കാര്യം പറഞ്ഞു. ഞാൻ പൈസ മേടിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാ കൂടെ വന്നേന്ന് ചോദിക്കണം. ഞാൻ അവിടെ ചെന്ന് ഇടപെട്ട് അത് ശരിയാവൂല. ഒരു ശരിയായിക്കല്ല, ഞാൻ വരാമല്ലോ. ഇതെന്താണോ ഇന്നത്തെ നമ്മുടെ സമൂഹം വളരെ മോശമാണ്. ഒരാളെ പറ്റി മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് കുറെ പേര് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് മോശങ്ങൾ അമ്പളിക്കുട്ടൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. നടക്കില്ല, കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അതിനകത്ത്. നാളെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ട് എന്ത് ചെയ്യും അവരെ? ഈ വെച്ച് കാണുമ്പോഴല്ലോ വീട്ടിൽ വന്ന് കാണുന്നത്. വീട്ടിൽ വന്ന് കാണുമ്പോൾ പരിസരം നമ്മൾ വളരെ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു സംസാരത്തിന് എനിക്ക് താല്പര്യമില്ല. ക്ലീറ്റോ പോണോ ഞാൻ പോണോ? തങ്കം, നീ പോയിട്ട് ഞാൻ ഇല്ലാന്ന് നീ പറയും. അത് ഞാൻ പറയില്ല ക്ലീറ്റോ, ഞാൻ പറയില്ല. എന്താ ക്ലീറ്റോ ഇങ്ങനെ പേടി? അതെ, എന്തിനാ പേടിക്കണേ? എനിക്കൊരു സംശയം. അതെ, ഞാൻ എപ്പോഴും അറിയാതെ ഇച്ചിരി പൈസ വാങ്ങിച്ചോന്നൊരു സംശയം. അതെ പൊന്നുമോളെ, നീ എന്നെ ഒറ്റിക്കൊടുക്കരുത്, രാജ്യദ്രോഹ കുറ്റമാണ്. നീ അവരോട് പറയില്ല എന്ന് പറയണേ. പറയേ. ഞാനൊന്ന് ഫോൺ ചെയ്യാൻ വന്നേ. ഫോൺ ചെയ്യാൻ വന്നേടെ. ഫോണെവിടെ? ഫോണകത്തിരിക്കും. ഇവിടെ റേഞ്ച് ഉണ്ടോ നോക്കണേ. നോക്കിട്ട് ഫോണില്ലാതെ. ഫോണില്ലാതെ. ഓ ക്ലീറ്റസേ, ക്ലീറ്റസ്, ക്ലീറ്റസ്. പറഞ്ഞില്ല, ശരിയാക്കി തരാം. ക്ലീറ്റോ ഇല്ലല്ലോ. എപ്പോ വരും? എപ്പോ വരും എനിക്കറിയില്ല. ഇപ്പൊ ഇല്ല. രാവിലെ ഇവിടെ കണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാ പോയേ. അതെയാ? നിങ്ങളുടെ അച്ഛനല്ലേ പട്ടാളത്തിലുണ്ടായിരുന്നു? നിങ്ങൾക്കിപ്പോ എന്താ അറിയണ്ടേ? എന്തറിയാൻ വേണ്ടിട്ടാ വന്നിരിക്കണേ? അല്ല, ഇവന്റെ അനുജനെ പട്ടാളത്തിൽ ചേർക്കാന്ന് പറഞ്ഞ് 25,000 വാങ്ങിയിട്ട് 6 മാസത്തോളമായി. ഓരോ പ്രാവശ്യം ഓരോ ഒഴിവ് പറയുന്നു. അപ്പോൾ ക്ലീറ്റോ എന്ന് കാണണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ടി ഓഫീസിൽ പോയി പറയണം, അല്ലാതെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇന്ന് എന്തായാലും എനിക്ക് ക്ലീറ്റോയെ കാണണം, അതുകൊണ്ടാണ്. ക്ലീറ്റോ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ ക്ലീറ്റോനെ കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? അല്ല, അത് പറഞ്ഞു കുറച്ച് കാശ് മേടിച്ചിട്ട് ഇന്ന് തരാം, നാളെ ജോലിക്ക് ശരിയാക്കി തരാമെന്നെല്ലാം പറയണതല്ലാതെ ഒന്നും ശരിയാക്കി തരണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിളിക്കുമ്പോഴല്ല അവിടെ യുദ്ധം കൂടുതലാണ്, അല്ല യുദ്ധം കുറവാണ്, കൂടുതലായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുള്ള ആളിനെ എന്നൊക്കെയാണ് പറയണത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പൈസയ്ക്ക് തരാൻ പറയണം. വിളിക്കുമ്പോഴെല്ലാം ഫോണും എടുക്കത്തില്ല, പുള്ളിയെ കാണത്തുമില്ല. പുള്ളി നമ്മളെ കാണുമ്പോഴൊന്നും പുറത്ത് കാണത്തില്ല. ഇന്ന് രാവിലെയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. ചേട്ടാ, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് 25,000 രൂപ തരാനുണ്ട്, 30,000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ. വേറെ ആൾക്കാരെന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, അവരൊക്കെ ഇപ്പൊ ഇങ്ങ് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേരെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്.
നിങ്ങൾ ഇവിടെ വന്നിട്ട് 25,000 രൂപ തരാനുണ്ട് 30,000 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ വേറെ ആൾക്കാരെന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ ഇങ്ങ് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേരെ പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുമായിരിക്കും. അല്ലെങ്കിൽ ജോലി ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു 6 മാസത്തിൽ കൂടുതലായല്ലോ, ഇനി എന്ന് ശരിയാക്കി തരാന്ന് പറയുന്നത്? പൈസ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടിയാ പോരെ? പൈസ തിരിച്ചിട്ടാ തരണ്ടേ? വിളിച്ചിട്ട് ഫോണിൽ കൊടുക്കുന്നില്ല, ആളിനെ കാണണ്ടേ? ആള് പൈസ തരാറുന്ന പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പൈസ തരണ്ടേ? നമ്മളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്ത പൈസയാ. അവനാണെങ്കിൽ ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടും വീട്ടിൽ ഇരുന്ന് കരയാ. മര്യാദ ഇവിടെ ഇപ്പൊ ക്ലീറ്റോ ഇല്ല, ഇവിടെ ഇരുന്ന് ബഹളം വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ തിരിച്ചു പോകണം. വേറെ തിരിച്ചു പോകണം. എന്ത് വർത്താനം പറയുന്നവര്? ക്ലീറ്റോസിനെ കാണണം. ക്ലീറ്റോ ഇവിടെ ഇല്ല ചേട്ടാ. ക്ലീറ്റോസിനെ കാണാൻ നമ്മളൊന്നും പോകത്തില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. വരട്ടെ ക്ലീറ്റോസ്, എന്തായാലും ഇവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. വരട്ടെ, പൈസ വരട്ടെ. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കൂട്ടോ. നിങ്ങൾ പോലീസിനെ വിളിക്ക് വേണ്ടുമ്പോൾ നമുക്ക് എന്ത് പേടി? നമ്മളെ കാശല്ലേ വാങ്ങിച്ചേക്കുന്നത്, പിന്നെ നമുക്ക് എന്തിനു പേടിക്കണത്? നിങ്ങൾ പൈസ മേടിച്ചാ ഇല്ലെന്നുണ്ടെങ്കിൽ അകത്തുണ്ടെങ്കിൽ വിളിക്കുക ആളിനെ. ഇവിടെ എന്തോന്ന് ബഹളം ഉണ്ടാക്കണേ? ചേട്ടാ ചേട്ടന്റെ പരാതി തന്നെയല്ലേട്ടാ, ചേട്ടന് അറിഞ്ഞൂടെ കാര്യങ്ങൾ? പൈസ തരാൻ പറയട്ടെ, 6 മാസത്തിൽ കൂടുതലായില്ലേ? അതാ പട്ടാളത്തിൽ ചേർക്കാന്ന് പറഞ്ഞ വാങ്ങിച്ച പൈസ പട്ടാളത്തിൽ ചേർക്കാൻ വെച്ചാൽ വേറെ ആൾക്കാർ 1 വർഷത്തിൽ കൂടുതലായി പൈസ മേടിച്ചേക്കുന്നത്. അതെനിക്കറിയാം, അതിന് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത്ര ദിവസമായി ചേട്ടാ എന്ന് പറഞ്ഞ ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി നിങ്ങൾ ബഹളം ഉണ്ടാക്കും. ചേട്ടാ നമ്മൾ ബഹളം ഉണ്ടാക്കിയല്ല, കാശ് ചോദിക്കാൻ വന്നതല്ല, അതിനെന്താ ബഹളമാവുന്നത്? ഉള്ളപ്പോ വന്ന് ചോദിച്ചേ, ആള് ഇല്ലാത്തപ്പോഴാണ് ചോദിക്കുന്നത്. ഇന്ന് രാവിലെയും കൂടെ ഇവിടെ നിന്നെന്ന് പറയുന്നു, പിന്നെ കണ്ടില്ല. അവിടെ പോയില്ല, പിന്നെ ഇവിടെ പോയി? ആ ഡൽഹി പോയിക്കാണ്. നിങ്ങൾ ഒരു ആവശ്യത്തിന് തന്നെ പോയത്, പൈസ വാങ്ങിക്കാൻ വേണ്ടി ഡൽഹി പോയത്. ചേട്ടാ ഇന്ന് രാവിലെയും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനാണ് പോയത്. ഞാനാണ് റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് വിട്ടത്. മതിയാ? ഫോണ് കിട്ടാത്തത്. ആ അത് തന്നെ. അല്ല, മെമ്പർ പറഞ്ഞ പിന്നെ നമുക്ക് വിഷയമില്ല. എന്തായാലും ഒരാഴ്ചക്കത്തെ കാര്യം നടക്കുമല്ലോ. ആ ഒരാഴ്ചയൊക്കെ വരും. വരും. ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് വരെ മെമ്പർ ക്ലിയർ ചെയ്ത് തന്നേ പറ്റുള്ളൂ. തരാം എന്ന് പറഞ്ഞ് ഇനി മേലെ ഈ വീടിനകത്ത് വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കും. മെമ്പർ പറഞ്ഞാൽ നമുക്ക് വിശ്വാസം തന്നെ, തന്നാ മതി. ശരി എന്നാ വെക്കോ. ഫോട്ടോ വിടുമ്പോളേ വണ്ടി എടുത്തു സംസാരിക്കാതിരിക്കാനാണ് പറഞ്ഞത്. അവൻ നമുക്ക് കിട്ടും. വണ്ടി എടുക്കും. ക്ലീറ്റോ, നീ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ നിന്റെ ശത്രുവല്ല. നീ എന്നും എൻ്റെ പഴയ കളിക്കൂട്ടുകാരാണ്. നീയാണ് എന്നെ ശത്രുവായിട്ട് കാണുന്നത്. നീ രാവിലെ എന്തോന്ന് പറഞ്ഞത്? അയൽവാസി? ദരിദ്രവാസി അല്ല. അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ല. സന്തോഷം.